പത്തനംതിട്ടയിലേക്ക് പോകുന്ന എ വി ജയശങ്കർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പത്തനംതിട്ടയിൽ. ജയശങ്കർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഇപ്പോൾ പ്രതി സൂചിപ്പിച്ചതുപോലെ 99-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയ ആ സ്വർണ്ണപ്പാളികൾ അതെങ്ങനെ 2019-ൽ ചെമ്പുപാളികളായി മാറി എന്നുള്ളതാണല്ലോ. അവിടെ ദേവസ്വം ബോർഡ് കൃത്യമായ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുകയാണല്ലോ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്? ഈ കാര്യത്തിൽ അദ്ദേഹം മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ? എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഈ ശബരിമലയിലെ സ്വർണം പൂശൽ വിവാദത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്? ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. പത്മകുമാർ ഇന്ന് മുൻ നിലപാടിൽ നിന്ന് പൂർണ്ണമായും മലക്കം മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം അത് പൂർണ്ണമായും ചെമ്പ് പാളിയായിരുന്നു എന്ന്, ചെമ്പാണ് സ്വർണം പൂശാൻ നൽകിയെന്നാണെന്ന് പത്മകുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഇങ്ങനെ കൊണ്ടുപോയെന്ന് തരത്തിലുള്ള വാർത്തകൾ വന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കാര്യം ഇത് ചെമ്പാണെന്ന് പറഞ്ഞു. പക്ഷേ അത് ഗോൾഡ് കവറിംഗ് ഉള്ള പാളി തന്നെയാണ് ഇത്തരത്തിൽ സ്വർണം പൂശാൻ നൽകിയത്. ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ ദേവസ്വത്തിൻ്റെ രേഖകൾ പരിശോധിക്കുക, ഉദ്യോഗസ്ഥരാണല്ലോ ഇത് പരിശോധിക്കേണ്ടതെന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണവും ഇന്ന് വീണ്ടും വന്നു. MG പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും തൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന, തൻ്റെ തലയിലാകുന്ന ഒരു സാഹചര്യമില്ല എന്നൊരു പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയത്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതികരിച്ചു. ഈ ദേവസ്വം ബോർഡിന് ഒരു സ്വതന്ത്ര ബോഡി ആയിക്കൊണ്ട് പ്രവർത്തിപ്പിക്കണം. ഒപ്പം തന്നെ ഇതിലുള്ള ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഉദ്യോഗസ്ഥരാണെന്നൊരു കുറ്റപ്പെടുത്തലും, ഒപ്പം തന്നെ നിലവിലെ ദേവസ്വം ബോർഡിന്റെ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഇന്നുണ്ടായപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. അതായത് GK ദേവസ്വം ബോർഡ് നിലവിലെ ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലാണ് ഇത്തരത്തിലൊരു വിവാദങ്ങളൊക്കെ പുറത്തെത്തിക്കാൻ, അല്ലെങ്കിൽ ഈ വസ്തുതകളൊക്കെ പുറത്തെത്തിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റി നിർത്തണം. ഈ IASകാർക്ക് ഉത്തരവാദിത്തം അവർക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ ചുമതല നൽകണം. അതിന് അദ്ദേഹം മാതൃകയാക്കി പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഇത്തരത്തിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് അദ്ദേഹം ഉദാഹരണവൽക്കരിച്ചത്. പക്ഷേ അപ്പോൾ പോലും ഇതിൻ്റെ ഭരണവും സംവിധാനവും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തണം. പ്രത്യക്ഷമായി അദ്ദേഹം ഈ ദേവസ്വം ബോർഡിൻ്റെ നിലവിലെ ഭരണ സംവിധാനത്തിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും പ്രശാന്ത് ഉൾപ്പെടെയുള്ള നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പിണക്കാതിരിക്കാൻ പ്രത്യേകം എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരത്തിലുള്ള വലിയ വീഴ്ച, കെടുകാര്യസ്ഥയൊക്കെയാണ് ഇത്തരത്തിലുള്ള അട്ടിമറിക്കും തിരിമറിക്കും ഒക്കെ കാരണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ തന്നെ ഒരു സമ്പൂർണ്ണമായ ഒരു മാറ്റം എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.